95 വയസ്സിലും രാമായണവും ശ്രീമദ് ഭാഗവതവും ഒക്കെ മുടങ്ങാതെ പാരായണം ചെയ്യുന്ന ഒരു മുത്തശ്ശിയുണ്ട് പത്തനംതിട്ട ആറന്മുളയിൽ. കർക്കിടക മാസമായാൽ പ്രത്യേക ദിനചര്യകളോടെയാണ് രാജമ്മ എന്ന മുത്തശ്ശി വീട്ടിൽ രാമായണ പാരായണം നടത്തുന്നത്. അരനൂറ്റാണ്ടിലേറെയായി മുത്തശ്ശി ഈ പതിവ് തുടരുന്നുമുണ്ട്. സന്തുഷ്ടനായ രഘുനാഥനും അമ്പർമുടാഭിമാനേന മാനേന പോയി മമ്മി ഗ്രാമേ ഭരതാസമേ ചെന്നത മമ്മം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ച് ചിൽപുരുഷൻ അരുൾ ചെയ്താനന്തരം 95 വയസ്സിൽ തെളിമയുള്ള ശബ്ദത്തിൽ അക്ഷരസ്ഫുടതയോടെ രാജമ്മ മുത്തശ്ശിയുടെ രാമായണ പാരായണം മുഴങ്ങുകയാണ് ആറന്മുള കണ്ണങ്കീരിൽ വീട്ടിൽ. എന്നരുൾ ചെയ്തതു കേട്ടു വന്നിച്ചു പോയി ചെന്നളകാപുരി പൊക്കു വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശുവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠൻ. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞാൽ ആദ്യം രാമായണ പാരായണം, പിന്നെയുള്ളൂ പ്രഭാത ഭക്ഷണം പോലും. സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തി രാമായണ പാരായണം തുടരും. ഈ ചിട്ട മുടക്കാറില്ല. രാമായണത്തോടൊപ്പം ഭാഗവത പാരായണവുമുണ്ട്. കർക്കിടകമായാൽ പിന്നെ രാമായണത്തിലേക്ക് മാത്രം മാറും. രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിത ലക്ഷ്മീപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാത്മാരാമൻ ഈശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ. രാവിലെ കുറച്ചു നേരം വായിക്കും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പിന്നെ 3:30 ആകുമ്പം പിന്നെ നാമം ജപിച്ചേച്ച് രാമായണം വായിക്കും. രാമായണം വായിക്കുമ്പോൾ ശ്രീരാമ ഭഗവാന്റെ ജീവിതയാത്രയ്ക്കൊപ്പം വൈകാരികമാണ് മുത്തശ്ശിയും. രാമന്റെയും സീതയുടെയും വനവാസം മുത്തശ്ശിക്ക് ദുഃഖമാണെങ്കിൽ ഏറെ സന്തോഷം നൽകുന്നത് ഭഗവാന്റെ പട്ടാഭിഷേകവും. ഭഗവാനെ അച്ഛനെ ഉപേക്ഷിക്കുന്നതും അച്ഛനെ കടന്നും കരയുന്നതും ഒക്കെ ഓർക്കുമ്പോഴേ നമുക്ക് പ്രയാസമാണ്. കണ്ടു ചിലപ്പോൾ കരഞ്ഞു പോകും. ഭഗവാന്റെ ആ സമയമൊക്കെ അറിയുമ്പോഴേ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കരഞ്ഞു പോകും. വർഷങ്ങൾക്ക് മുൻപ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ നേരിട്ട് കാണാൻ സാധിച്ചതിന്റെ സന്തോഷവും ഈ മുത്തശ്ശിക്കുണ്ട്. എൻ്റെ മോൻ എന്നെ കൊണ്ടുപോയി കാണിച്ചു. അമ്മയുടെ അരികെ ചെന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. ഇരുന്നു അമ്മയുടെ പ്രസംഗമൊക്കെ കേട്ടു പോന്നു. പോരാ നേരം അമ്മയോട് പറഞ്ഞു പോവുകയാന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് അതുകൊണ്ടൊക്കെയാ ഇതുപോലെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ആറന്മുള പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് KN രാജമ്മ എന്ന മുത്തശ്ശി. മകൻ ഗോപകുമാറാണ് ഒപ്പമുള്ളത്. ഇക്കാലത്ത് പുതുതലമുറയും രാമായണവും ഭാഗവതവുമൊക്കെ അതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കി വായിച്ചിരിക്കണമെന്നാണ് മുത്തശ്ശിയുടെ പക്ഷം. കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.